ഭാര്യ ഈ പ്രസ്ഥാനത്ത് വരുന്നില്ല. സഹോദരന്റെ ഭാര്യ ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോര നീരൊഴിച്ച് പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ വരെ കളഞ്ഞിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോര നീരൊഴുക്കി ഞങ്ങൾക്കൊരു സ്ഥാനം വേണ്ട, ജോലി വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ മാന്യമായിട്ടുള്ള പ്രസ്ഥാനം മാത്രം മതി. നമസ്കാരം. കൊല്ലം കുലശേഖരപുരത്തെ വിഭാഗീയതയിൽ നാണം കെട്ട് CPM. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിട്ടതിൽ നടപടി വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. CPM എന്ന പ്രസ്ഥാനത്തിൽ ഇനി ഞങ്ങളില്ല എന്നും പെണ്ണുപിടിയന്മാരെ പിടിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പ് തിരുത്തിയാൽ പിന്നെ എങ്ങനെ സഹിക്കാൻ കഴിയുമെന്നും സ്ത്രീ പ്രവർത്തകർ ആഞ്ഞടിച്ചു. വിഷയത്തിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. സമ്മേളനത്തിൽ പുതിയ നേതൃപാനൽ അവതരിപ്പിച്ചതിലെ എതിർപ്പാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. P. ഉണ്ണി മാറിയപ്പോൾ HA സലാം സെക്രട്ടറി ആയത് ഗോവിന്ദചാമിക്ക് പകരം അമീറുൽ ഇസ്ലാം വന്നതിന് സമമാണ് എന്ന് പ്ലക്കാർഡുകൾ ഏന്തിക്കൊണ്ടാണ് പ്രവർത്തകർ നിരത്തിലിറങ്ങിയത്. CPM ജില്ലാ കമ്മിറ്റി അംഗമായ PR വസന്തിനെതിരെയും പ്ലക്കാർഡുകളുണ്ട്. അഴിമതിക്കാരായവരെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധം. കരുനാഗപ്പള്ളിയിലെ പാർട്ടിയിൽ ഒന്നാകെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിട്ടുണ്ട് എന്നും പണവും സമ്പത്തും ബാറുമെല്ലാം ഉള്ളവരാണ് കരുനാഗപ്പള്ളിയിൽ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എന്നും ഇത് പാവങ്ങളുടെ പ്രസ്ഥാനമാണ് എന്നും പ്രവർത്തകർ പറയുന്നു. പുതിയ നേതൃനിരയിലുള്ളവർക്കെതിരെ നിരവധി പരാതികൾ നേതൃത്വത്തിന് നൽകിയിരുന്നുവെങ്കിലും അത് ചെവിക്കൊണ്ടിട്ടില്ല എന്നും ഏകപക്ഷീയമായ തീരുമാനമുണ്ടായി എന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. പ്ലക്കാർഡുകളുമായി എത്തിയ പ്രവർത്തകരെ കരുനാഗപ്പള്ളി CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. കമ്മിറ്റി ഓഫീസിലേക്ക് CPM പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. പാർട്ടി നേതൃത്വത്തിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. വിഷയം CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുകയാണ്. കരുനാഗപ്പള്ളി കുലശേഖരപുരം CPM ലോക്കൽ സമ്മേളനത്തിലാണ് നേതൃത്വത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് തെരുവ് യുദ്ധം നടന്നത്. സമ്മേളനത്തെ നിരീക്ഷിക്കാനെത്തിയ സംസ്ഥാന സമിതി അംഗങ്ങളെ ഉൾപ്പെടെ പൂട്ടിയിട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ തീരുമാനിച്ചതിനെ എതിർത്തുകൊണ്ടായിരുന്നു സംഘർഷമുണ്ടായത്. സംഭവത്തിൽ CPM സംസ്ഥാന നേതൃത്വം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. പ്രശ്നം പരിഹരിക്കുന്നതിൽ ചുമതലക്കാരായ CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് കഴിയാതെ പോയി എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സംസ്ഥാന നേതാക്കളെ അടക്കം പൂട്ടിയിട്ടതിൽ ഉടൻ തന്നെ സംഘടനാപരമായ നടപടി ഉണ്ടായേക്കും. പ്രശ്നമുണ്ടാക്കിയത് പുറത്തുനിന്ന് എത്തിയവരാണ് എന്ന് ലോക്കൽ സെക്രട്ടറി HA സലാം പറഞ്ഞു. അതേസമയം ആലപ്പാട് ലോക്കൽ സമ്മേളനത്തിലും നേതൃത്വത്തിന് നേരെ പ്രവർത്തകർ രംഗത്ത് വന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം K. വരദരാജനും മേഴ്സിക്കുട്ടിയമ്മയും പങ്കെടുത്ത ലോക്കൽ സമ്മേളനത്തിലാണ് പ്രതിഷേധമുണ്ടായത്. CPM നേതൃത്വത്തിനെതിരെ പോസ്റ്ററും കരുനാഗപ്പള്ളിയിൽ പ്രത്യക്ഷപ്പെട്ടു. പാർട്ടി നേതൃത്വം കുറവ് സംഘമാണെന്നായിരുന്നു വിമർശനം. സേവ് CPMന്റെ പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് കരുനാഗപ്പള്ളിയിൽ ഒരു വിഭാഗം CPM പ്രവർത്തകർ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത്. പ്രവർത്തകരുടെ തുടർച്ചയായ പരസ്യ പ്രതിഷേധം എങ്ങനെ നേരിടുമെന്നറിയാത്ത അവസ്ഥയിലാണ് CPM നേതൃത്വം. സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന നേതൃത്വം നേരിട്ട് ഇടപെടാനും സാധ്യത ഏറെയാണ്. ശക്തമായി എതിർത്ത് ഇത്രയും പെണ്ണുപിടിയന്മാരെ പിടിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വെച്ച് ഞങ്ങൾ സഹിക്കണോ? ഞങ്ങൾ സ്ത്രീകൾ ഈ പ്രസ്ഥാനത്തില്ല. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഇതെങ്ങനെ സഹിക്കും? നേതൃത്വം വന്നിട്ട് ഞങ്ങൾ ആവുന്നത്ര തെളിവുകൾ കൊടുത്ത് ഇവിടുത്തെ മോശം ഇത് NSന്റെ നാടാണ്, ഇത് CPM ആണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെളിവുകൾ പുറത്തൊന്നും കൊടുക്കാതെ ഇത്രയും കൊള്ളരുതായ്മകൾ നടത്തിയ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ആവുന്നത്ര പരാതികൾ കൊടുത്തു, അടി മുതൽ മുടി വരെ. പക്ഷെ ഈ ഇത്രയും കൊള്ളരുതാത്തവന്മാരെ ഒരു കൊലപാതകയാണെങ്കിൽ പോലും പ്രസ്ഥാനത്തെ സംരക്ഷിക്കാം. അതിലും മോശപ്പെട്ട CPM എന്ന ഭരണഘടനയ്ക്ക് അനുയോജ്യമല്ലാത്ത പ്രവർത്തനം ചെയ്യുന്ന ഇവരെ പോലുള്ളവരെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഞങ്ങളാരും അനുസരിക്കത്തില്ല. ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ SFIയിലൂടെ വന്ന വനിതകളായത്. കണ്ണൊന്നും നിറയത്തില്ല. ഇത് CPMൽ കൊടുത്തവരാ. അപ്പൊ ഞാൻ കണ്ണ് നിറയുന്നത് എന്തിനാ? എനിക്ക് കണ്ണ് നിറയത്തില്ല. എന്നെ പുറത്താക്കിയാലോ അല്ലെങ്കിൽ എന്നെ രണ്ടടിച്ചാലോ എന്റെ കണ്ണ് നിറയത്തില്ല സഹോദരന്മാരെ. ഞാൻ CPMലൂടെ വളർന്നു വന്നതാ. CPMന്റെ ഓരോ രക്തസാക്ഷി കുടുംബത്തിലുള്ളവളാ ഞാൻ.
പക്ഷേ സ്ത്രീകളെ സംരക്ഷിക്കുന്ന പാർട്ടി തന്നെ ഇപ്പോൾ സ്ത്രീ പീഡനത്തിൽ ആരോപണവരെ ഇപ്പോൾ കമ്മിറ്റിയിൽ സെക്രട്ടറി ആക്കുന്നു. ആരോപണമല്ല, സ്ത്രീ പീഡനം ചെയ്യുന്നവനെ ഞങ്ങൾ ശക്തമായി എതിർത്തു. ഞങ്ങൾ എതിർത്തിട്ട് ഞങ്ങൾക്ക് ഒരു വിലയില്ല. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം പറഞ്ഞ് ഇത്രയും ചെയ്തിട്ട് മതിയായില്ലയോ, നിങ്ങൾക്ക് ഞാനൊരു ബഹുമാനം തന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളാണോ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയെന്നാ എന്നോട് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ചോദിച്ചത്. നിങ്ങൾ എന്തിനാ പൂട്ടിയിട്ടത്? ചേച്ചി നിങ്ങൾ ഭാര്യ ഈ പ്രസ്ഥാനത്ത് വരുന്നില്ല, സഹോന്റെ ഭാര്യ ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോര നീരൊഴിച്ച് പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ വരെ കളഞ്ഞിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോര നീരൊഴുക്കി ഞങ്ങൾക്കൊരു സ്ഥാനം വേണ്ട, ജോലി വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ മാന്യമായിട്ടുള്ള പ്രസ്ഥാനം മാത്രം മതി. മാന്യമായിട്ടുള്ള CPM ആയിരിക്കണം. CPIM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കണം. എന്നെ നാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കട്ടെ. അതാ പറഞ്ഞത്. എനിക്കതല്ല, ഞാൻ നിന്നാൽ ശരിയാവത്തില്ല. നിങ്ങൾ സഹോദരന്മാർ പോയിക്കോ, എന്റെ പ്രസ്ഥാനമാണ് എനിക്ക് വലുത്.